ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ എൻ്റെ ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞു ആൻഡ് വി ആർ ഗോയിങ് ഹോം. എനിക്കിന്നൊരു തണ്ണിമത്തൻ വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് സോ ഹോട്ട്. ഇറ്റ്സ് ഒഫീഷ്യലി അല്ല, അൺഒഫീഷ്യലി സമ്മർ ഹിയർ. ആൻഡ് നമുക്ക് തണ്ണിമത്തൻ വാങ്ങാം, അതായിരിക്കും നല്ലത്. ഇന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എൻ്റെ യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന എൻ്റെ കൂട്ടുകാരിയുടെ പേര് ഞാൻ പറയുന്നില്ല, കൂട്ടുകാരി എനിക്കൊരു ആന്തൂര്യം തന്നു. അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ബാത്റൂമിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളുണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമുക്ക് പഠിക്കണം ഗൈസ്. കാരണം ഒരു മാസത്തെ എൻ്റെ സ്കൂൾ എങ്ങനെ എത്ര പെട്ടെന്ന് തീർന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. നമുക്ക് എക്സാമാണ്, എനിക്ക് മൺഡേ എക്സാമാണ്. ആൻഡ് ടുഡേ ഈസ് ഓൾറെഡി വെനസ്ഡേ ആൻഡ് ഐ ഹാവൻറ്റ് സ്റ്റാർട്ടഡ് യെറ്റ്. അപ്പോൾ ഇനിയും തുടങ്ങിയില്ലെങ്കിൽ പണിപാളും. സോ പഠിക്കണം. നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിലുള്ള പഠിക്ക് എന്നുള്ള കമൻറ്റ് ഞാൻ കണ്ടു. സോ ഐ എം ഗോണ സ്റ്റഡി. How am I gonna eat this? So one of our main work is done. It's done. Hello guys, പിറ്റേ ദിവസമാണ്. ഇന്ന് ഞാൻ സ്കൂളിൽ പോയില്ല, ബിക്കോസ് ഇന്ന് സ്ട്രൈക്കാണ്. ആൻഡ് ഇവിടെയും സ്ട്രൈക്കൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ശമ്പള വർധനയുടെ പേരിൽ ഇവിടെ സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. സോ ഐ ഹാവ് നോ ഓപ്ഷൻ ടു ഗോ ടു സ്കൂൾ. എനിക്ക് വേണമെങ്കിൽ അരമണിക്കൂർ നടന്നാൽ മതി, പക്ഷെ ഞാൻ അരമണിക്കൂർ നടക്കില്ല. ബിക്കോസ് ഇറ്റ്സ് സോ ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എനിക്ക് അത്രയും ആത്മാർത്ഥതയൊന്നുമില്ല സ്കൂളിൽ പോകാൻ. പിന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മളിരുന്ന് പഠിക്കും. ഗൈസ്, ഞാൻ പഠിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂട്ടുകാർ തന്നപ്പോൾ അത് നമുക്കൊന്ന് ബുദ്ധൻ്റെ അടുത്തുകൊണ്ട് വയ്ക്കാം. ഓക്കെ, നമുക്ക് പൊട്ടിക്കാം. ഗൈസ്, ഞാൻ മുട്ടയിലാണ് നിൽക്കുന്നത്. ബിക്കോസ് ഐ എം സോ എക്സൈറ്റഡ്. എനിക്ക് ഈ ട്രൈപോഡൊന്നും എടുത്തിട്ട് വരാനായിട്ടില്ല. ഐ ഓൾവേസ് വാണ്ടഡ് എ റെഡ് ആന്തൂറിയം. ബിക്കോസ് വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു. ആൻഡ് ലൈക്ക്, പക്ഷേ എനിക്ക് കിട്ടിയ ആന്തൂറിയം എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറായിരുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ്, ബട്ട് ഐ ഓൾവേസ് വാണ്ടഡ് എ റെഡ് വൺ. ആൻഡ് ഷീ നോസ് ദാറ്റ് ഐ ലവ് പ്ലാന്റ്സ് സോ മച്ച്. ആൻഡ് ദാറ്റ് വാസ് ലൈക്ക്, എന്താ പറയുക, ഒരു മോസ്റ്റ് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റായിരുന്നു എനിക്ക് ലൈഫിൽ കിട്ടിയതിൽ വെച്ചിട്ട്. ബിക്കോസ് നമുക്കിപ്പോൾ ഒരാൾ വീട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് പൊതുവെ വേറെ എന്തെങ്കിലുമൊക്കെയുള്ള കൊണ്ടുവരും. പക്ഷേ ഇവള് പ്ലാൻസ് ഒക്കെ ആയിട്ട് വന്നപ്പോഴേക്കും ഭയങ്കര സന്തോഷം. പക്ഷേ എനിക്ക് എക്സൈറ്റ്മെൻറ്റോട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ബട്ട് താങ്ക് യു സോ മച്ച്. അവൾ ഈ വീഡിയോ എന്തായാലും കാണുമെന്ന് എനിക്കറിയാം. ബിക്കോസ് വളരെ ഫാനാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇത് നല്ല ഗൈസ്, നിങ്ങളാരും കണ്ണൊന്നും വെക്കരുത്. ഇത് നമുക്ക് ബുദ്ധൻ്റെ അടുത്ത് തന്നെ വെക്കാം. അവൾക്ക് എൻ്റെ ബുദ്ധനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ബുദ്ധൻ്റെ അടുത്ത് തന്നെ വയ്ക്കാം. ഓക്കെ, അപ്ഡേറ്റ് ഗൈസ്. ഞാൻ കുറച്ച് പഠിച്ചപ്പോഴത്തേക്കും എനിക്ക് വിശപ്പിൻ്റെ വീഡിയോ വന്നു. നിങ്ങൾക്ക് മാത്രമാണോ? അതെ, എനിക്ക് മാത്രമാണോ എന്നറിയത്തില്ല. പഠിക്കാനിരുന്നപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. എനിക്കിങ്ങനെ കുറിച്ചുകൊണ്ട് പഠിക്കണം. സോ നമ്മൾ വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, കാലോറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റിലാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. സോ ബിക്കോസ് ജിമ്മിലോ പോകുന്നില്ല മടി കാരണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഡയറ്റിൽ ഇങ്ങനെ ശ്രദ്ധിക്കണമല്ലോ ഗൈസ്. പൊള്ളി ഗൈസ്, ഇതിന് ഏറ്റവും നല്ല റെമഡി ഒന്ന് പറഞ്ഞു തരൂ ഗൈസ്. കമൻറ്റിലിടൂ, വാട്ട് ഇസ് ദ ബെസ്റ്റ് റെമഡി. ഞാൻ കുറേ സാധനങ്ങളൊക്കെ തേക്കുന്നുണ്ട്, ബട്ട് എനിക്കിത് പെട്ടെന്ന് പോകണം. എനിക്ക് പാട് കണ്ടിട്ട് എനിക്ക് ഫ്രസ്ട്രേഷൻ വരികയാണ്. സോ ഇതിനെ പറ്റിയൊരു പ്ലീസ് കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണ്, ഫുഡ്. അതെ, ഫുഡ്. അപ്പോൾ ഫുഡിങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് വിശന്നിട്ടാണെന്ന് തോന്നുന്നു, പരസ്പര ബന്ധമില്ലാതെ ഞാൻ സംസാരിക്കുന്നു.
പിന്നെ ഇവിടെ സമ്മറായി, അപ്പോൾ വീടുകളിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്നൊക്കെ കാണാം. എൻ്റെ വീടിൻ്റെ നേരെ ബാക്ക് സൈഡിൽ വേറൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ, പക്ഷേ കൊള്ളത്തില്ല കേട്ടോ അപ്പാർട്ട്മെൻറ്റ് കാണാൻ. അവിടെ ഇങ്ങനെ ആൾക്കാർ ചെടിയൊക്കെ തൂക്കി തുടങ്ങി. പക്ഷെ എനിക്ക് ചെടി തൂക്കാനുള്ള സ്പേസ് ഇല്ല കൈസ്. എൻ്റെ എല്ലാം ഉള്ളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എനിക്കിങ്ങനെ പുറത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കിഷ്ടമല്ല ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ഫ്രണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ബാക്കാണ് എനിക്ക് ഫേസ് ചെയ്യുന്നത്. ആൾക്കാർ പൂവൊക്കെ വെച്ചിരിക്കുന്നത് നോക്കൂ. ചിലർ ഇങ്ങനെയൊക്കെ ഷീറ്റ് വെച്ചിരിക്കുന്നതാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ഇറ്റ് അല്ലേ. ചിലർക്ക് വലിയ ബാക്ക് യാർഡ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു പരിപാടി. ഐ തിങ്ക് അവിടെ റെന്റ് കുറവാണെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് മൈ ഫുഡ് ഇസ് റെഡി. ബ്രഞ്ചായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ദിസ് ഇസ് റൈസ്, ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ എന്തൊക്കെയാണ് ഇതിലുള്ളത്, ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ കോണും ഉണ്ട്. ഇറ്റ്സ് എ വെരി ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഫുഡാണ്. ആൻഡ് വാട്ടർമെലൺ ഫോർ ദ സമ്മർ. സോ യാ, ദിസ് ഇസ് മൈ ബ്രഞ്ച്. ഐ ടുക്ക് ദിസ് ഫുഡ്. ഇറ്റ്സ് ഹെൽത്തി ഗൈസ്, ഇറ്റ്സ് റിയലി ഹെൽത്തി. സോ നമുക്ക് കഴിക്കാം. അങ്ങനെ ഫൈനലി ഈ ഒരു എന്താ പറയുക ബ്ലോക്ക് ഇവിടെ കഴിയുകയാണ്. വിത്ത് ആൻ എക്സാം, ഓൾ ബ്ലോക്സ് ആൻഡ് വിത്ത് ആൻ എക്സാം. എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് പരീക്ഷയുടെ ലാസ്റ്റ് മിനിറ്റ് എന്ത് നോക്കിയാലും എനിക്ക് തലയിൽ കയറത്തില്ല. ബാക്കിയുള്ളവരെന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോൾ ഞാനത് നോക്കാനും പോകത്തില്ല. ഫിംഗേഴ്സ് ക്രോസ്ഡ്. അയ്യോ. ഹലോ ഗൈസ്, എക്സാമൊക്കെ കഴിഞ്ഞു. ടുമോറോ ഇസ് ദ ലാസ്റ്റ് ഡേ. സോ നമുക്ക് നമ്മുടെ ഓർഡിനറൊക്കെ എടുക്കാം. എക്സാമിനെ പറ്റി എനിക്കൊന്നും പറയില്ല. ഇത്രയും വൃത്തിയായിട്ട പരീക്ഷ ഞാൻ എൻ്റെ ഹൗസ് ഫുള്ളും ജീവിതത്തിൽ എഴുതിയിട്ടില്ല. ലിറ്ററലി കരയേണ്ട അവസ്ഥയാണ് എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ചുറ്റിലുള്ള എല്ലാവരും ഇത് കരയുന്നു. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ഭയങ്കര ഒച്ചപ്പാട് ബഹളമായിരുന്നു. ഞാൻ എൻ്റെ ഈ പുതിയ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഈ എക്സാം എഴുതുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മര്യാദയിലിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ടീച്ചറിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയി. ഭയങ്കര അൺഫെയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സി, ദിസ് ഇസ് ഓൾ വെരി നോർമൽ ഇൻ ഹൗസ് ഫുള്ളും ഗൈസ്. ഇനി നമുക്ക് വീട്ടിൽ പോയി കരയാം. ഗൈസ്, നമ്മൾ ചേച്ചൻ്റെ ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. എടുത്തു. അയ്യോ അടിപൊളി. ഫൈനലി മൈ ക്ലാസ് ഇസ് ഓവർ. എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു 2 to 3 വ്ലോഗ്സിലെങ്കിലും ഞാൻ സ്കൂളിൽ പോകുന്ന ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഐ മസ്റ്റ് സേ ഗൈസ്, ഐ എം സോ മിസ്സിങ് മൈ ക്ലാസ്. ലൈക്ക് എനിക്ക് സങ്കടം വരികയാണ്. എൻ്റെ ഇത്രയും വർഷത്തെ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഹൗസ് ബ്ലൂങ്ങിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം മിസ്സിങ് ദിസ് ക്ലാസ് ആൻഡ് ഓൾ ദാറ്റ്. ഐ ഡോണ്ട് നോ വൈ. ഞാൻ എൻ്റെ ക്ലാസ് ഫോട്ടോ ഇവിടെ കൊടുക്കാം. And I also got the opportunity to talk with my principal. She's from Sri Lanka. And നമുക്ക് ഭയങ്കര പ്രൗഡായിരിക്കും. കാരണം കുറേ ജർമ്മൻസൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ സ്കൂളും വലിയൊരു കമ്പനിയുടെ കീഴിലുള്ള സ്കൂളാണ് എൻ്റെത്. ആൻഡ് അതിൻ്റെ ഏറ്റവും ഹെഡായിട്ടുള്ള പ്രിൻസിപ്പൾ ഇസ് എ ശ്രീലങ്കൻ. ആൻഡ് ദാറ്റ് ടു ലൈക്ക് നമ്മളെപ്പോലെയൊക്കെ തോന്നും കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഷീസ് ലൈക്ക് എന്താ പറയുക, ആളാണെല്ലാം നോക്കി നടക്കുന്നത്. ആൻഡ് ഷീസ് ദ ലീഡർ ഓഫ് ഓൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നും. ബട്ട് ഷീസ് ബോൺ ഹിയർ. ബട്ട് എനിവേസ്, ആൻഡ് ഐ വിൽ എന്താ പറയുക, ഞാനൊരു ഫോട്ടോ എടുത്തു ആളുടെ കൂടെ. ആൻഡ് ഐ വിൽ ടാഗ് ഹിയർ. ഇവിടെ ഞാൻ ആ ഫോട്ടോ എടുക്കാം. യാ, ഷീസ് മൈ പ്രിൻസിപ്പൽ. ആൻഡ് യാ, ഇറ്റ് വാസ് such a nice semester. എനിക്ക് ഭയങ്കര സങ്കടമാവുക. ആൻഡ് നൗ വി ആർ ഒഫീഷ്യലി in vacation guys. Oh my god, എന്ത് പെട്ടെന്നല്ലേ സമയം പോയത്. ഒരു മാസം സ്കൂളുണ്ടായിരുന്നുള്ളൂ. I'm so sad. Anyways, ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം. ആൻഡ് ഒഫീഷ്യലി ഐ എം ഇൻ മൈ വെക്കേഷൻ. ആൻഡ് വെക്കേഷൻ തുടങ്ങിയപ്പോൾ വെതർ കാണണ്ടേ നിങ്ങൾക്ക്? ഇന്നലെ വരെ സൂര്യപ്രകാശം ഉണ്ടായിരുന്ന വെതർ നിങ്ങൾക്ക് കാണണ്ടേ? കാണിച്ചു തരാം. സോറി ഗൈസ്, നല്ല മഴയാണ്. പക്ഷെ വെതർ കാണിക്കാൻ പറ്റുന്നില്ല, കാരണം പെരുമഴ ഇതിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല പെരുമഴയാണ്. I went for shopping and I bought matcha. It's not a very good quality one, so I won't recommend. Let's go get it. And then the milk ആണ് half a milk അല്ലെങ്കിൽ soy milk, because obviously lactose intolerant. എന്ത് ചെയ്യാൻ പറ്റും.
എൻ്റെ ഫ്രോത്തർ പോയി. അതുകൊണ്ട് ഞാൻ പുതിയ ഫ്രോത്തർ വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും പോയത്. ആൻഡ് ഐസ് ക്യൂബ് സെറ്റ്. ആൻഡ് രാത്രിയുടെ യാമങ്ങളിൽ എനിക്ക് ക്രേവ് ചെയ്യും ചിക്കൻ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ കുറച്ച് ചിക്കൻ നഗറ്റ്സ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് റിലീവ് മൈ ക്രേവിങ്സ്. ബെസ്റ്റ് പർച്ചേസ് ഓഫ് ടുഡേ. ഐ ഹാവ് ദിസ് വൺ. പക്ഷേ ഇതിൻ്റെ ക്യാപ്പ് പോയി. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചു ഫോർ മൈ ബരിസ്ത. കൊള്ളാലേ? ഇതൊക്കെ ഇവിടെ വയ്ക്കുമെന്ന് പറയുമേ. അടുത്തത് ഓഫ് ലൈക്ക് മൈ ഫേവറേറ്റ് ഫ്രൂട്ടാണിത്. ഫ്ലൗമൻ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ജർമ്മനിൽ ഇതിന് ഫ്ലൗമൻ എന്നാണ് പറയുന്നത്. ആൻഡ് ചില്ലി ഫ്ലേക്സ്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഉള്ളി. ഇതായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ് ഗൈസ്. ഹലോ ഗൈസ്, ഞാൻ നമ്മുടെ വീട്ടിൽ വെക്കാനായിട്ട് പോസ്റ്റ്, അതായത് നമ്മുടെ വീട്ടിൽ മറ്റേ സിനിമ പോസ്റ്റർ ഉണ്ടല്ലോ, അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി രണ്ടല്ലോ ഒരു സിനിമയുടെ പോസ്റ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആൽബത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് 2 ഫോട്ടോ, അങ്ങനെ ഞാൻ 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ സമ്മറൊക്കെ ആണല്ലോ, ഇറ്റ്സ് 25 ഡിഗ്രി ഹിയർ. അപ്പോൾ കെട്ടി ഒരുങ്ങാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഏത് സിനിമയാണ് പോസ്റ്റർ എടുത്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീട്ടിൽ ഫിലിമിൻ്റെ പോസ്റ്റേഴ്സ് ഉള്ള ഒരു വാളുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിലിം ഇസ് സംതിങ് ദാറ്റ് ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണാൻ. സിനിമേനെ വളരെ റെട്രോസ്പെക്റ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ജർമ്മനി വന്നിട്ട് കംഫർട്ട് തന്ന മൂവീസ് മാത്രമേ ഞാൻ പോസ്റ്റേഴ്സ് ആക്കിയിട്ട് വീട്ടിൽ വെച്ചിട്ടുള്ളൂ. അല്ലാതെ വെക്കാനാണെങ്കിൽ എനിക്ക് വീട്ടിൽ ആ വാള് പോരാ. ഫേവറേറ്റ് ഫിലിംസ് വെക്കാണെങ്കിൽ കംഫർട്ട് മൂവീസിൻ്റെ ഒരു പോസ്റ്റർ വാളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഐ എം സോ എക്സൈറ്റഡ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഫ്രം വീട്. ഞാൻ ആക്ച്വലി ലൈക്ക് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായി, ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത്. പക്ഷേ ലോങ് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ കാണിച്ചു തരാം. കിളിയൊക്കെ പോയി. ലൈക്ക് ഞാൻ പോസ്റ്റർ കാണിച്ചു തരാം. സോ ദിസ് ഇസ് മൈ ഫിലിം വാൾ ആൻഡ് പ്രേമലു. എനിക്ക് ആക്ച്വലി ചെറിയൊരു കുഞ്ഞ് ഫ്രെയിമിൽ മധുര മനോഹര മോഹൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അത് മിക്കവരും എല്ലാവരും ഒന്നും കണ്ടിട്ടുള്ള പടമൊന്നുമല്ല, ബട്ട് ഇറ്റ് മേക്സ് മീ ഫീൽ സോ ഗുഡ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തൊരു പടമാണ്. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നൊരു പടമാണ് പ്രേമലു. ബട്ട് ഇപ്പം ഞാനിങ്ങനെ ഇരുന്ന് ബിഞ്ച് വാച്ച് ചെയ്ത് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ആൻഡ് അനുരാഗ് കരികൻവള്ളം ഇസ് വൺ ഓഫ് ലൈക്ക് അനദർ കംഫർട്ട് മൂവി. ബാക്കിയൊക്കെ കംഫർട്ട് മൂവീസ് അല്ല, ലൈക്ക് ഇഷ്ടമുള്ള മൂവീസാണ്. പക്ഷേ ഇതുമാണ് എൻ്റെ കംഫർട്ട് മൂവീസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്കിഷ്ടമുള്ളതാണ് ഈ പറയുന്ന പോലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ഏത് മധുര മനോഹര മോഹം. അപ്പോൾ അങ്ങനെ ഫൈനലി പ്രേമലു ഇടം പിടിച്ചു നമ്മുടെ വാളിൽ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഇത് കുറച്ചും കൂടെ പല ദിവസങ്ങളായിട്ട് നടന്ന കുറച്ചും കൂടെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റന്നാൾ തൊട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐ ഹോപ്പ് ഇറ്റ് ടേൺസ് ഗുഡ്. ആൻഡ് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ആ വർക്ക് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളായിരിക്കും. ആൻഡ് ഇൻഫർമേഷൻ വീഡിയോസ് ഇതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് തോന്നിയതുകൊണ്ടാണ്. ബിക്കോസ് ഡേ ഇൻ മൈ ലൈഫ് ആർക്കാണ് ഇത്ര കാണാൻ താല്പര്യം, അതുകൊണ്ട് അയ്യോ കൈയൊക്കെ വേനിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വാളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാ.